ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഓൺ വോയിസിൽ ഒരു വീഡിയോ ചെയ്യാൻ വന്നേക്കുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും എൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് ജേർണിയെക്കുറിച്ച് അതെങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്തതെന്നാണ് മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ്. അപ്പോൾ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് ആലോചിച്ച് വിഷമിക്കുന്ന അമ്മമാർക്ക് ഞാനിതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഒരു ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 2022 മാർച്ച് 23 എൻ്റെ ആദ്യത്തെ കുഞ്ഞുണ്ടായപ്പോൾ. അപ്പോൾ അവന് ഒരു വയസ്സായപ്പോൾ, കൃത്യം ഒരു വയസ്സായപ്പോഴാണ് ഇളയ ആൾ, രണ്ടാമത്തെ ആൾ പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പോൾ ഡോക്ടേഴ്സ് നിർത്താൻ പറഞ്ഞെങ്കിൽ കുറച്ച് നാളും കൂടി ഞാൻ കൊടുത്തു. ഒരു 1.5 വയസ്സ് വരെ കൊടുത്തു. 1.5 വയസ്സ് കൊടുത്തോളം അവൻ പതിയെ സ്ലോ ഡൗൺ ചെയ്ത് ഒരു ദിവസം പെട്ടെന്ന് അവനങ്ങ് നിർത്തി. അപ്പോൾ അവൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അവൻ പിന്നീട് ചോദിച്ചിട്ടുമില്ല. അതിൻ്റെ പേരിൽ അവൻ ഒരു വിഷമിച്ചിട്ടുമില്ല, കരഞ്ഞിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ കുറേ സാധാരണ പിള്ളേർ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ നിർത്തലാകുന്ന ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ബ്രസ്റ്റ് ഫീഡ് നിർത്തിയതിന് ശേഷമുള്ള ഒരു പ്രശ്നം അവനെ ഉണ്ടായിട്ടില്ല. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഇളയ ആളുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അവൾക്ക് സ്റ്റാർട്ട് ചെയ്തെങ്കിലും അവന് അതുമായിട്ട് യാതൊരു ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അവൾക്കിപ്പോൾ 2.5 വയസ്സാവണം. ഈ മാസം 2.5 വയസ്സാവും. അപ്പോൾ 2022 മുതൽ ഇപ്പോൾ 2026 വരെയായിട്ട് നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ് ജേർണി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഒരു 2-3 മാസം ഗ്യാപ്പ് ഉണ്ടായതെന്ന് ഒഴിച്ചാൽ. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. വേറൊന്നുമല്ല, ബോഡി ഭയങ്കരമായിട്ട് ക്ഷീണിക്കാൻ തുടങ്ങി. മെൻസ്ട്രേഷൻ ഇറഗുലറായി, ഉറക്കപ്രശ്നം, രാത്രിയിൽ അവൾ ഉറങ്ങാനേ സമ്മതിക്കില്ല. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ആകെ ഡിസ്റ്റർബ്ഡായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് മെൻസ്ട്രേഷൻ റെഗുലർ ആവണമെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് സ്റ്റോപ്പ് ചെയ്തേ പറ്റുള്ളൂ, എങ്ങനെയെങ്കിലും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ബ്രസ്റ്റ് ഫീഡ് സ്റ്റോപ്പ് ചെയ്യുന്ന പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. എനിക്കും നിങ്ങൾക്കൊക്കെ ഒരുപോലെ അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും അവൾ ഭയങ്കര ക്രേവിങ് ആണ് ഇതിനോട്. അപ്പോൾ അവളിങ്ങനെ നമ്മളെവിടെയെങ്കിലും ഇരുന്നാൽ പോലും നമ്മൾ ശല്യപ്പെടുത്താൻ വരും, ഇത് വേണമെന്ന് പറഞ്ഞിട്ട്. ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറക്കത്തിൽ പലതവണ എഴുന്നേറ്റ് പാൽ കുടിക്കും. അവളുടെ ഉറക്കം പോകും, എൻ്റെ ഉറക്കം പോകും, ആകെ പ്രശ്നം. അപ്പോൾ ചെന്നിനായകവും പാവയ്ക്ക നീരൊക്കെ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു, അതൊക്കെ ട്രൈ ചെയ്തു, ഒന്നും വർക്കൗട്ടായില്ല, അതൊക്കെ ഫെയിലറായി. അങ്ങനെ ഞാൻ കുറച്ച് നാൾ ഒന്നും നോക്കിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു യൂട്യൂബിലൊരു മദറിൻ്റെ വീഡിയോ കണ്ടു. കുഞ്ഞുങ്ങളെ നമ്മൾ കരയിപ്പിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് മാനസികമായിട്ട് അതൊരു പ്രശ്നമാവും. അവർ പിന്നെ കരച്ചിലും ബഹളം, പിന്നെ നമുക്കും അത് പ്രശ്നമാവും. നമുക്ക് അവർ കരയുന്നത് അധികം നേരം കണ്ടുകൊണ്ടിരിക്കാനും പറ്റില്ല, നമ്മൾ തന്നെ പിന്നെയും കൊടുക്കാൻ നോക്കും. അപ്പം അതിനേക്കാളൊക്കെ നല്ല ഐഡിയ അവർക്കത് മനസ്സിലാക്കിയിട്ട് അവർ തന്നെ വേണ്ടാന്ന് വെക്കുന്നതാണെന്ന് ആണ് ആ ഒരു വീഡിയോയിൽ അവർ പറയുന്നത്. അപ്പം അവർ പറഞ്ഞ വീഡിയോയിൽ അവർ ചെയ്തത് വെച്ചാൽ അവരെന്തെങ്കിലും ഒരു പ്ലാസ്റ്റർ എന്തെങ്കിലും ഒട്ടിച്ച് വെച്ചിട്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇവിടെ അസുഖമാണ്, മുറിവുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിച്ച് അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കുക. അപ്പോൾ ഈ കേട്ടപ്പോൾ ഞാൻ ഡൗട്ടായി. കാരണം ഇത് കുട്ടികൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോയില്ല സത്യത്തിൽ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വെറുതെ റാൻഡമായിട്ട് ഞാൻ ഇങ്ങനെ അവളോട് പറഞ്ഞു, അമ്മയ്ക്ക് വാവുണ്ട്, പാൽ കുടിക്കാൻ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു, തൊട്ട് കാണിച്ചു കൊടുത്തു വാവുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾക്ക് വാവ് എന്താണെന്ന് അവൾക്കറിയാം. കാരണം രണ്ടുപേരും എവിടെയെങ്കിലും വീഴോ പൊട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് വാവ് ആണെന്ന് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്ത് അത് ആ മുറിവുള്ളതാണ് അങ്ങനെ ഒരു ചിന്ത മനസ്സിലുള്ളതുകൊണ്ട് അപ്പോൾ അവളുടെ മുഖത്തൊരു ഭാവമാറ്റം തോന്നി എനിക്ക്. അപ്പം അന്ന് രാത്രി ഞാൻ ഇതുപോലെ പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ച് അവളെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവൾക്ക് ബോധ്യമായി ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന്. അങ്ങനെ അവൾ വേണ്ടാന്ന് വെച്ചു. എന്നാലും ഇടയ്ക്കിടയ്ക്ക് അവൾ പിന്നെയും വന്ന് ഓർമ്മ വരുമ്പോൾ വീണ്ടും വന്ന് ചെക്ക് ചെയ്യും, ഇത് അവിടെ തന്നെ ഉണ്ടോ, ഇല്ലെങ്കിൽ കുടിക്കാന്നുള്ള രീതിയിൽ. അങ്ങനെ പല പ്രാവശ്യം ആയിക്കഴിഞ്ഞപ്പോൾ ആൾക്ക് ബോധ്യമായി നടപ്പില്ലാന്ന്. അങ്ങനെ ഒരു ദിവസം കടന്നുപോയി. അങ്ങനെ രാത്രി പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. ഒരു തവണ എന്തോ എഴുന്നേറ്റപ്പോൾ ചോദിച്ചപ്പോൾ ഇതുപോലെ വീണ്ടും പറഞ്ഞു. ആൾ ആ മയക്കത്തിൽ തന്നെ വീണ്ടും മയങ്ങിപ്പോയി. ഒരാഴ്ച ഞാൻ ഈ പ്രോസസ്സ് തുടർന്നു. അങ്ങനെ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി, ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ ഫ്രീ ആണ്. ഇതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ബ്രസ്റ്റ് ഫീഡ് സ്റ്റോപ്പ് ചെയ്യുന്നത് എങ്ങനെയാതിനെ കുറിച്ച് എന്തെങ്കിലും അറിയില്ലായ്മ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണെന്നാണ് എൻ്റെ ഒരു സജഷൻ. കൺഫ്യൂഷൻ എനിക്കും ഉണ്ടായിരുന്നു, പക്ഷേ വർക്കൗട്ടായി. കാരണം നമ്മൾ പിള്ളേരെ വർക്കൗട്ടായി. അത് മാത്രമല്ല ഹാപ്പിയാണ്. കാരണം അവൾക്ക് അതിൻ്റെ പേരിലൊരു വിഷമം ഉണ്ടായില്ല, അവൾ കരഞ്ഞതേ ഇല്ല. അല്ലെങ്കിൽ ഞാൻ ചില സമയത്ത് ഇങ്ങനെ അവൾ കടിക്കുകയോ എന്തെങ്കിലും ചെയ്ത് വേദന എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മാറ്റിക്കൊണ്ട് പോയിക്കാൻ ഭയങ്കര കരച്ചിലാണ്. അവസാനം കരച്ചിൽ സഹിക്കാൻ പറ്റാണ്ടാകുമ്പോൾ ഞാൻ പിന്നെയും കൊടുക്കും. അപ്പോൾ നമ്മളങ്ങനെ കരച്ചിൽ കാണുമ്പോൾ നമ്മുടെ മനസ്സലിയും വീണ്ടും. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതിൻ്റെ പേരിൽ ഉണ്ടാകില്ല, കാരണം അത് അവളായിട്ട് അക്സെപ്റ്റ് ചെയ്തതാണ്. അപ്പം ഇതിങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവരുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് അമ്മമാരോട് പറയാനുള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ആ വീഡിയോ ഇട്ടല് മദർ ആരാന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ റാൻഡമായിട്ട് സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടതാണ്. ആ വീഡിയോ പിന്നെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആരായാലും അവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനി ഇത് വളരെ ഇൻഫോർമേറ്റീവായിട്ട് നിങ്ങൾക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.